1973-ൽ അമിറ്റിവില്ല എന്ന ചെറുപട്ടണത്തിൽ 112 ഓഷ്യൻ അവന്യൂവിലെ ഐക്കണിക് ഡച്ച് കൊളോണിയൽ ഹൗസിനുള്ളിൽ ഒരു ഭയാനകമായ സംഭവം അരങ്ങേറി. റൊണാൾഡ് ഡിഫിയോ ജൂനിയർ തന്റെ കുടുംബത്തിലെ 6 പേരെ ഉറക്കത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തി. കൂട്ടക്കൊലയെക്കുറിച്ച് അറിഞ്ഞ നാട്ടുകാർ ഞെട്ടിത്തരിച്ചു. പിന്നീട് ഏകദേശം 1 വർഷത്തോളം ആ വീട് ഒരു പ്രേതാലയം പോലെ അടഞ്ഞുകിടന്നു. 1974-ൽ ജോർജും കാത്തിയും അവരുടെ 3 കുട്ടികളും അടങ്ങുന്ന ലൂട്സ് കുടുംബം തങ്ങളെ കാത്തിരിക്കുന്ന ഭീകരതയെക്കുറിച്ച് അറിയാതെ മനോഹരമായി തോന്നിയ ആ വീട്ടിലേക്ക് താമസത്തിനായി എത്തി. കഴിഞ്ഞ കഥകൾ എല്ലാം അറിഞ്ഞിരുന്നുവെങ്കിലും ലൂട്സ് ഭയാനകമായ ചരിത്രം തള്ളിക്കളയുകയും കുറഞ്ഞ വിലയ്ക്ക് വീട് വാങ്ങുകയും ചെയ്തു. സ്ഥിരതാമസമാക്കിയ ഉടൻ ലൂട്സ് വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ദുരൂഹത കലർന്ന പല അനുഭവങ്ങളും അസ്വസ്ഥതയുളവാക്കുന്ന കാഴ്ചകളും അവരുടെ രാത്രികളെ ബാധിച്ചു. ഓഷ്യൻ അവന്യൂവിലെ ഹ്രസ്വവും ഭയാനകവുമായ താമസത്തിനിടയിൽ ലൂട്സ് കുടുംബം ഞെട്ടിപ്പിക്കുന്ന അസാധാരണ പ്രതിഭാസങ്ങളെ അഭിമുഖീകരിച്ചു. വീടിനുള്ളിൽ ഒരു ദുഷിച്ച ആത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും അവർക്ക് അനുഭവപ്പെട്ടു. അസ്വസ്ഥജനകവും ഭയപ്പെടുത്തുന്നതുമായ ദർശനങ്ങൾ ലൂട്സുകളെ വേട്ടയാടി. വീട്ടിൽ ദാരുണമായ അന്ത്യം നേരിട്ട ഡിഫിയോ കുടുംബത്തിന്റെ അസ്വസ്ഥമായ ആത്മാക്കൾ ഉൾപ്പെടെയുള്ള പ്രേതങ്ങളെ കണ്ടതായി പിന്നീട് അവർ അവകാശപ്പെട്ടു. ചുവന്ന കണ്ണുകളുള്ള ഒരു പൈശാചിക രൂപം, അത് ഒരു പന്നിയെപ്പോലെയുള്ള ജീവിയായിരുന്നു അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ അത് വീടിന്റെ നിഴലുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു. പ്രത്യക്ഷമായ കാരണങ്ങളില്ലാതെ ഫർണിച്ചറുകളും മറ്റു വസ്തുക്കളും തനിയെ ചലിക്കുന്നത് ഒരു നിത്യ സംഭവമായി. അവരെ ഏറ്റവും കൂടുതൽ ഭീതിയിലാഴ്ത്തിയ ഒരു കാര്യം, എല്ലാ രാത്രിയിലും വീട്ടിലെ ക്ലോക്ക് രാത്രി 3:15 നിലച്ചതായി ശ്രദ്ധയിൽപ്പെടുന്നു. എല്ലാ ദിവസവും ഇത് തുടർന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവർ ഓർക്കുന്നത്. അതെ, ഡിഫിയോ ജൂനിയർ എന്ന ക്രൂരനായ ആ കൊലയാളി തന്റെ കുടുംബാംഗങ്ങളെ കൊന്ന അതേ സമയം, എല്ലാ ദിവസവും രാത്രി കൃത്യം 3:15, അതായത് ആ കൂട്ടക്കൊല നടന്ന അതേ സമയത്ത് ലൂട്സ് കുടുംബാംഗങ്ങൾ ഉണരാറുണ്ടായിരുന്നു എന്ന് പിന്നീട് അവർ റിപ്പോർട്ട് ചെയ്തു. ഈ ആവർത്തനം അവരുടെ ഭയം തീവ്രമാക്കുകയും അവരുടെ മാനസിക നില വഷളാകാൻ കാരണമാവുകയും ചെയ്തു. മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ അവരുടെ പുതിയ വീട് ഉപേക്ഷിക്കാൻ അവരെ നിർബന്ധിതരാക്കി. അമിറ്റിവില്ലയിൽ നടന്ന ഈ നടുക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു. അവരുടെ നടുക്കുന്ന അനുഭവങ്ങൾ പിന്നീട് ജെ ആൻസന്റെ ദി അമിറ്റിവില്ല ഹൊറർ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. പ്രേതബാധയുള്ള വസതിയിൽ സംഭവിച്ച അമാനുഷിക സംഭവങ്ങൾ വിവരിച്ചു ഈ കഥ ലോകത്തെ ആകർഷിച്ചു. 112 ഓഷ്യൻ അവന്യൂവിലെ വീടിന്റെ അസാധാരണത്വത്തെക്കുറിച്ചും യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും സംവാദങ്ങൾക്ക് തുടക്കമായി. ഇന്നും അമിറ്റിവില്ല ഹൊറർ പാരനോർമൽ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധവും ചർച്ച ചെയ്യപ്പെടുന്നതുമായ കേസുകളിലൊന്നായി തുടരുന്നു. ഉറക്കമില്ലാത്ത നഗരമായ അമിറ്റിവില്ലയിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഭീകരതകൾക്ക് സാക്ഷ്യം വഹിച്ച വീടിന്റെ പാരമ്പര്യത്തിലും മായാത്ത മുദ്ര പതിപ്പിക്കുന്നു.